ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് ഒരാളിന് കാസ്റ്റ് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ ഒരു പുതിയ ഫ്രോഗ് മേടിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. അത്യാവശ്യം നല്ല കാലാവസ്ഥ മാറിയപ്പോൾ ഇനി മീൻ അടിക്കുന്ന സാധ്യത കുറവായിരിക്കും. നല്ല തെളിവാണ്. ഇപ്പോൾ മഴയായത് കാരണം മാറ്റി വെച്ചതാണ്. ഇനി അതെ, നമ്മുടെ സെറ്റപ്പ് ഇതാണ്. ബൈക്കേഴ്സിന് റോഡും റീലാണ് ഉപയോഗിക്കുന്നത്. റോഡ് ബ്ലാക്ക് മാമ്പ്, ലുക്കൻ്റെ ബ്ലാക്ക് മാമ്പ്, പിന്നെ റീല് വന്നിട്ട് ചൈനീസ് റീലാണ്. ഇതോടെ നിൽക്കട്ടെ. ഇത് നമ്മുടെ ഐറ്റത്തെ ഇന്ന് മേടിച്ച ഫ്രോഗിനെ പറ്റി പറഞ്ഞുതരാം. ഹുക്ക് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഈ ഒരു ഹുക്ക് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് ഗംഭീരം. ആ റബ്ബറിൻ്റെ സോഫ്റ്റ്നെസ് കൊണ്ടാണ് അത്രയും ഹുക്ക് പുറത്തേക്ക് വരുന്നത്. ഇത് റിയൽ വാരിയറിൻ്റെ ഓസ്കാർ, അങ്ങനെയാണ് ഈ ഫ്രോഗിൻ്റെ പേര്. 490 രൂപയാണ് ഈ ഫ്രോഗിൻ്റെ വില. ഇതിൽ ഡബിൾ സ്പിന്നറാണ്. ഒരു എൽ ഷേപ്പ് സ്പിന്നറും പിന്നെ വേറൊരു സ്പിന്നർ, 2 സ്പിന്നറാണ് വരുന്നത്. അത് സ്പിന്നർ വരുന്നത് അകത്തുനിന്നൊരു സ്റ്റീൽ വയർ വൈൻഡ് ചെയ്തിട്ട് അതിൽ സിവൽ അറ്റാച്ച് ചെയ്ത് അതിലാണ് സ്പിന്നർ അടക്കുന്നത്. ഈ ഫ്രോഗിൻ്റെ വില ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു, 490. ഒരു കാരണവശാലും വാങ്ങരുത്. ഇത് ഉപയോഗമില്ല. സാധാരണ ഈ സ്പിന്നറൊക്കെ പറഞ്ഞു പോകും. നമ്മൾ എല്ലാവരും ചൂണ്ടയിടുന്ന ആൾക്കാരാണ്, സ്പിന്നർ പറഞ്ഞു പോകാറുണ്ട്. എനിക്കൊരു 99% സ്പിന്നർ പോയിരിക്കുന്നത് ഒടിഞ്ഞു പോകുന്നതാണ്. അതായത് സിവലിൻ്റെ അവിടെ വെച്ച് ചിലപ്പോൾ ഒഴിഞ്ഞു പോകും. അതിനകത്ത് സിവലിനകത്ത് ഊരിപ്പോവും. ഈ സ്റ്റീൽ വയറിൽ നിന്നൊക്കെ ഊരിപ്പോണത് ആദ്യമായിട്ടാണ്. ഒരു മിനിറ്റ്, ഒരു സാധനം കാണിച്ചു തരാം. അപ്പോൾ ഇതും നമ്മൾ ചൂണ്ടിടാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളിലൊന്നാണ്. അപ്പോൾ ഇത് മഞ്ഞച്ചേരയ കൊണ്ട് ഓടേണ്ടി വന്നില്ല, അല്ലായിരുന്നു ഓടേണ്ടി വന്നേനെ. ഈ സാധനം ഇപ്പോൾ അതൊക്കെ നമ്മൾ ചൂണ്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ജന്തുക്കളിപ്പോൾ വെള്ളം കയറിയത് കാരണം പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള സാധനം. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചൂണ്ടിടാനൊക്കെ പോകാനായിട്ട്. ഓക്കെ, ഞാൻ അത് നിൽക്കട്ടെ. അടുത്ത് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. റിയൽ വാല്യൂ ഇറക്കിയിരിക്കുന്ന ഈ ഫ്രോഗ് ഒരു കാരണം വെച്ചാൽ 450. എന്നെക്കൂട്ടുള്ള സാധാരണക്കാരൻ 490 രൂപ എടുത്തിട്ട് ഫ്രോഗ് മേടിക്കണമെങ്കിൽ എൻ്റെ ശമ്പളത്തിൻ്റെ പകുതിയാണ് ഈ ഫ്രോഗിൻ്റെ വില. ഒരു മീനെങ്കിലും അടിച്ച് കരക്കയറിയിട്ട് ഇത് പോകുന്നതാണെങ്കിൽ ഓക്കെയാണ്. ഇത് ആലപ്പുഴ കൊമ്മാടിയുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചത്. അവിടെ ഓഫറിൽ ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ റീല് കണ്ടിരുന്നു. അങ്ങനെയാണ് ഈ ഫ്രോഗ് മേടിക്കേണ്ടത് ചെയ്യുന്നത്. ഫ്രോഗ് മേടിക്കാണ്ട് പോലെ ആ റീലിൽ കണ്ട ഓഫർ പ്രൈസുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. ആ കൂടത്തിൽ വാങ്ങിയതാണിത്. ഇപ്പോൾ ഓഫറിന് കിട്ടിയപ്പോൾ ഈ കുറച്ച് പൈസ മിച്ചം വന്നു. അപ്പോൾ ഇത് മേടിച്ചേക്കാന്ന് വെച്ച്. ഇത് ഒരു കാരണവശാലും ഒരാളും മേടിക്കരുത്. ഇതിനെപ്പറ്റി എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഞാൻ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ പറയുന്നതാണ്. ഇത് വാങ്ങി ഉപയോഗിക്കാണ്ട് ഇതിനെപ്പറ്റി കുറ്റം പറയാനോ മോശം പറയാനോ ഞാൻ ആളല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ വൈൻഡ് ചെയ്ത കമ്പിയെന്നൊക്കെ ഫ്രോഗിൻ്റെ സ്പിന്നറൊക്കെ തെറിച്ചു. ഈ ഫ്രോഗ് കൊണ്ട് ഉപകാരമൊന്നുമില്ല. ഇനി ഇത് മാറ്റി വെക്കുക, അത്രയേ ഉള്ളൂ. വേറെ സ്പിന്നർ ഇട്ടെടുത്താൽ എൻ്റെ ആക്ഷൻ കറക്റ്റാകാൻ സാധ്യതയില്ല. അപ്പോൾ കമ്പനി ചെയ്യുന്ന ബിൽഡ് ക്വാളിറ്റി ഒട്ടുമില്ല. ഇനി ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കൊണ്ട് ഉപകാരമുള്ളൂ. ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ്, സോഫ്റ്റ് റബ്ബറാണ്, ഹുക്കപ്പ് റേഷ്യോ കിട്ടും. പക്ഷേ ഇതാണ് ഉപകാരപ്പെടണ്ടേ. ഈ സാധനമൊന്നും ഉപകാരപ്പെടില്ല. അപ്പോൾ എല്ലാവരും നോക്കി കണ്ടൊക്കെ വാങ്ങാമല്ലോ, കൂടെ ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. റിയൽ വാരിയർ ഒട്ടും വെറുത്തല്ലാത്തൊരു ബ്രാൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലങ്ങളിലൊക്കെ നല്ല ബ്രാൻഡായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരുടെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്വാളിറ്റി ഇല്ല. റിയൽ വാരിയറിൻ്റെ ഈ ഫ്രോഗിനൊട്ടും ക്വാളിറ്റി ഇല്ല. ഇതാണ് എനിക്ക് ചൂണ്ടക്കാരോട് പറയാനുള്ളത്. പിന്നെ ഇത് വിൽക്കുന്ന കടക്കാരോടും കൂടി, നിങ്ങൾ വിൽക്കുന്നതാണ്, നിങ്ങളുടെ കടയിലേക്ക് ഇനി ആൾക്കാർ വരാണ്ടാവും. കാരണം വെച്ചാൽ ഇത് ഇത്രയും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ഹെവി റേഞ്ചിൽ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കുള്ള സാധാരണക്കാർക്ക് ഇത് വാങ്ങണ്ടേ, വാങ്ങി ഉപയോഗിക്കണ്ടേ. ഈ സമയത്തൊക്കെ ഇത് അത്യാവശ്യം മീൻ ആക്റ്റീവായ ഇവിടെ. നമ്മൾ ഈ ഫ്രോഗിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ, ഒറ്റ ഫ്രോഗ് എടുത്തുള്ളൂ. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഹുക്കപ്പ് റേഷ്യോ നല്ലതായിട്ടുള്ളത് കൊണ്ടാണ് ഈ ഫ്രോഗ് എടുത്ത് ഇത് മാത്രമായിട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ 2 ഫ്രോഗ് 3 ഫ്രോഗ് തന്നെ ഞാൻ ഭയങ്കര നിരാശ തോന്നി ഈ ബ്രാൻഡിനോട്.